അവരെ ഇനി നിങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കരുത്. അവര് അങ്ങനൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവകാശമാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നാലും അവക്ക് ഇങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യാൻ തോന്നിയല്ലോ മുരളിയേട്ട. ഇന്നലെ മുരളിയേട്ടൻ പോയി നോക്കുമ്പോഴും അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചതൊക്കെ മാളുവിന്റെ വെറും നാട്യമായിരുന്നു അശ്വതി. അപ്പവും മാളുവും തമ്മിൽ അല്ലാതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങനെ ചെയ്യണമെന്ന് അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മ ഇന്നലെ അവൾക്ക് കൂട്ടുകിടക്കാൻ ചെന്നപ്പം അവിടെ നാട്ടിപ്പായിച്ചത്. അവളെ വിശ്വസിച്ച് നമ്മൾ മണ്ടരായി. ഇനി ഇപ്പൊ ചത്ത കൊച്ചിന്റെ ജാതകം വായിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾ അടുത്ത നടപടി എന്താന്ന് വെച്ചാൽ ആലോചിക്കേ. അതല്ലേ വേണ്ടത്. നമ്മൾ ഇനി എന്ത് ചെയ്യാനാമേ? അവൾ എവിടെ പോയിന്ന് പറഞ്ഞ അന്വേഷിക്കുന്നേ? അതിനിപ്പോ നിങ്ങളായിട്ട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. കൊച്ചൊളിച്ചോടി പോയെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ മതി. അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും അവരുടെ ജോലിയല്ലേ. എന്താ മുരളി, അതല്ലേ വേണ്ടത്? അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് അശ്വതി. നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അത് വീപ്പേട്ടനോടൊന്ന് ആലോചിച്ചിട്ട് പോരെ? അവരിതൊന്നും അറിഞ്ഞ കാര്യമല്ലല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിലേ അവര് വേറെ പരാതി കൊടുക്കട്ടെ. മുരളി, നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ അപ്പുവിനെ സംശയിക്കുന്നതായിട്ട് വേണം കൊടുക്കാൻ. അല്ല, അതിലിപ്പോ തെറ്റായിട്ടൊന്നുമില്ലല്ലോ. സത്യം അത് തന്നെയല്ലേ. അപ്പു ഓരോന്ന് പറഞ്ഞു മയക്കി മാളുവിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതായിട്ട് വേണം നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാലും മാളു അത് നിഷേധിച്ചെന്ത് ചെയ്യും? അത് അപ്പോഴത്തെ കാര്യല്ലേ. പരാതി കൊടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ. എന്നാലേ അന്വേഷിക്കാൻ പോലീസുകാർക്കൊരു ഊർജം ഉണ്ടാവൂ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്ക്. അശ്വതി, നീ കൂടെ ചെല്ല്. വേണ്ട അശ്വതി, വരണ്ട. ഞാൻ തനിച്ചു പൊക്കോളാം. മോളെ, ഇനി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അവരെവിടെ ഉണ്ടെങ്കിലും പോലീസുകാർ തപ്പിയെടുത്തോളും. ആ, മുരളി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നോ? അതെ. എന്താ BP വന്ന്? അല്ല, ഇനിയിപ്പോ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണല്ലോ. ഇനി എന്ത് പ്ലാൻ ചെയ്യണ? അതിപ്പോ ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോളെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോവാ. എന്താ അതിനി VPയുടെ സമ്മതം വേണമെന്നുണ്ടോ? മുരളി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വന്നതിന് പിന്നെ വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ശരി, എന്നാ ഞാൻ പോകട്ടെ. ജോബിന് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്കിൾ, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ദയവായി ഒന്ന് അങ്കിൾ സമാധാനത്തോടെ കേൾക്കണം. ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസാ ജോബിന് ഉദ്ദേശിക്കുന്നെങ്കിൽ സോറി ജോബിൻ, എനിക്ക് താല്പര്യമില്ല. ഈ വിഷയം നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരു കോംപ്രമൈസിലെത്തുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഇത് ഒത്തുതീർപ്പിലാവണമെങ്കിൽ ആദ്യം മനസ്സ് വെക്കേണ്ടത് അപ്പവും ആളും തന്നെയാണ്. അവരിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. അങ്കിൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എടുത്തു ചാടി ഇതിനോട് റെസ്പോണ്ട് ചെയ്യരുതെന്ന എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാ പിന്നെന്താ? എന്റെ മകളെ കാണാതായതിനും ഞാൻ കൈയും കെട്ടി മിണ്ടാതിരിക്കണോ? അങ്കിൾ പ്ലീസ്, അങ്കിളിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. മാളു അപ്പു ഒരുമിച്ചാണ് പോയതെന്ന് നമ്മുടെ ഒരു നിഗമനം മാത്രമാണ്. അത് സത്യം തന്നെ ആയിരിക്കാം. എന്തേ ജോബിന് ആ കാര്യത്തിൽ ഇനി സംശയമുണ്ടോ? അവരെ രണ്ടുപേരെ ഒരുമിച്ച് കാണാതായിട്ടുണ്ടെങ്കിൽ അവരൊരുമിച്ചാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. ശരി അങ്കിൾ, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതലല്ലേ അവരെ കാണാതായത്. നമുക്ക് കുറച്ചു നേരം കൂടി അവരെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ അവർ രണ്ടുപേരും ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെത്തിയാലോ? നോ, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. മുരളി, ഞാനും തന്നെ പോലെ പോലീസ് കംപ്ലൈന്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ ആലോചിച്ചതാണ്. അപ്പൊ ജോബിനാ അതിൽ അപകടം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അത് തന്നെയും കൂടി ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് എന്ത് അപകടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ശരിക്കും അങ്ങനെയാണല്ലോ വേണ്ടത്. അതെ, അത് ശരിയാണ്. പക്ഷെ ജോബിൻ പറഞ്ഞ പോലെ ഈ പകൽ അവസാനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അപ്പും മോളും തിരിച്ചു വന്നാലോ? സോറി, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിനു മുൻപും അവരിങ്ങനെ ഒരു ശ്രമം നടത്തിയതാണല്ലോ. അന്ന് നമ്മളെ പിന്നാലെ ചെന്ന് തേടി പിടിച്ചുകൊണ്ട് വരികയായിരുന്നില്ലേ? അതുപോലെ ഇതും അവർ സ്വമനസ്ഥല തിരിച്ചു എത്തുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്നാലും നമ്മുടെ മുന്നിൽ ഇപ്പൊ അങ്ങനൊരു സാധ്യതയുണ്ടല്ലോ അങ്കിൾ. പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല. ഇന്ന് പകൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതുവരെ അപ്പുവിന്റെയും മാളുവിന്റെയും ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ നമുക്കിത് പോലീസിൽ ഫോർവേഡ് ചെയ്യാം. മാത്രമല്ല, പോലീസ് കേസായ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. മീഡിയ ഇതൊരു സെൻസേഷണൽ കേസായിട്ട് എടുക്കും. അപ്പൊ എല്ലാവരും ഇത് അറിയും. അങ്ങനെ ഒരു നാണക്കേട് ഒഴിവാക്കാൻ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു അവസരം ഒരുക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നൊരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. പാരലായി നമ്മുടെ സോഴ്സ് ഉപയോഗിച്ചൊരു അന്വേഷണം നമുക്ക് നടത്താം. എന്തു വേണമെന്ന് മുരളി അശ്വതിയോട് കൂടി ഒന്ന് ആലോചിക്കുക. എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. മുരളിയുടെ തീരുമാനം എന്തായാലും ഞാനും ഗീതയും അതിനോടൊപ്പമുണ്ട്. കേസ് ഇന്ന് തന്നെ കൊടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഇനി മറ്റൊന്നും നോക്കണ്ട, അതിനും സമ്മതമാണ്. എന്തായി ജോബിൻ, അവരെക്കുറിച്ച് എന്തെങ്കിലും? ഏയ്, ഒന്നും അറിഞ്ഞിട്ടില്ല. ആൻറ്റി വിഷമിക്കാതെ, ചിലപ്പോൾ ഇന്ന് തന്നെ അവർ മടങ്ങിയെത്തിയേക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്കിൾ. എന്തിനാ മുരളിയേട്ടാ അവര് വന്നത്? ജോബിനും വിപിയും പറയുന്നത് ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ മതിയെന്നാ. അതെന്തിനാ അങ്ങനെ? അത് ഒരുപാട് ലേറ്റ് ആവില്ലേ? അവര് പറഞ്ഞതിൽ കാര്യമുണ്ട് അശ്വതി. ഇന്നൊരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ അവർ മടങ്ങി വന്നാലോ? പോലീസ് കേസായ അത് പത്രത്തിനും ടി വിയിലും ഒക്കെ വരും. ആകെ നാണക്കേടാവും. അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. നമുക്ക് ഇന്നൊരു ദിവസം വെയിറ്റ് ചെയ്യാം, അല്ലേടോ? താമ്പാ. ദേ ഗീത, എന്താ ഇത്? തന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയോ? നോക്ക്, ഈ സിറ്റുവേഷനിൽ വിജയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത് താനാ. ആ താനിങ്ങനെ പതറിപ്പോയാൽ എങ്ങനെയാ? കമോൺ ഗീത, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? സോറി ഡേസി, ഇത്രയും നാളും എല്ലാം സഹിച്ചു അനുഭവിച്ചും ഞാൻ അപ്പുവിന്റെ കൂടെ നിന്നവളാ. ആ എന്നോട് പോലും ഇങ്ങനെ ഒരു നെറുകേട് കാട്ടാൻ അപ്പുവിന് തോന്നിയല്ലോ. ഒക്കെ ആലോചിക്കുമ്പോ എന്റെ മനസ്സ് പിടിവിട്ട് പോവുക ഡേസി. ഗീത, ചിലപ്പോ ഞാൻ പറയുന്നത് എന്റെ വെറും ഒരു ആഗ്രഹമായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നത് അപ്പുവും മാളവും തമ്മിൽ ഒരിക്കലും അങ്ങനൊരു റിലേഷൻ ഉണ്ടാവാൻ വഴിയില്ലെന്ന് തന്നെയാ. പിന്നെ എന്താ ഡേസി ഇതിന്റെയൊക്കെ അർത്ഥം? അങ്ങനെ റിലേഷൻ അവര് തമ്മിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും സാഹസികമായിട്ട് അപ്പു മാളൂനെ എവിടേക്കോ കടത്തിക്കൊണ്ടുപോയത്? അപ്പുവാണ് മാളുവിനെ കടത്തിക്കൊണ്ടു പോയതെന്ന് നമ്മുടെ അനുമാനം മാത്രമാണ് ഗീത. അതങ്ങനെയാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ സോൾഡ് ആയിട്ടുള്ള പ്രൂഫൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അത് ഡേസിക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. രണ്ടുപേരെ ഒരേ രാത്രി തന്നെ കാണാതാവുന്നെങ്കിൽ പരസ്പരം അറിയിക്കാതെ അറിയാതെ ആയിരിക്കുവോ? ഇത് അതൊന്നും അല്ല ഡേസി. അവര് വളരെ നേരത്തെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു. അവസരമൊത്ത് വന്നപ്പോ ഭംഗിയായിട്ട് അത് നിറവേറ്റുകയും ചെയ്തു. മക്കളെ വിശ്വസിച്ച ഞാനും അശ്വതിയും വിപിയും മുരളിയും ഒക്കെ വിഡ്ഢികളായി. എന്താ ഇത്? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞാനിപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലാ ഗീത. കുട്ടികൾ അങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്ന് വിശ്വസിക്കാനാ എനിക്കിപ്പോഴും ഇഷ്ടം. പിന്നെ ഡേസി എന്തായി പറഞ്ഞു വരുന്നത്? അപ്പൂനെയും മാളൂനെയും വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിന്നാണോ? ഒന്നുമല്ല, അപ്പവും മാളും ഒരുമിച്ചുണ്ടെന്ന് തന്നെയാ എന്റെയും വിശ്വാസം. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു തരത്തിലാവില്ലെന്ന് മാത്രം. എങ്കിൽ പിന്നെ
എന്തുകൊണ്ട് അപ്പൂന് എന്നോടത് പറഞ്ഞൂടാ? ഒരിക്കലും അപ്പൂന്റെ മനസ്സില് മാളു ഒത്തൊരു ജീവിതം ഇല്ലെന്ന് എത്രയോ പ്രാവശ്യം ആണായിട്ട് എന്നോടും ബിപിയോടും പറഞ്ഞതാ. ആ വാക്കപ്പു തെറ്റിച്ചു. എങ്ങനെയാ ഗീത അത് ഉറപ്പിച്ച് പറയാൻ പറ്റുക? ആദ്യം അപ്പവും മാളും എവിടെയുണ്ടെന്ന് അറിയുക വേണ്ടത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു കോണ്ടാക്റ്റിന് ഫോൺ പോലും ഉപയോഗിക്കാത്ത അവസ്ഥയിലായിരുന്നു മാളു. അങ്ങനെയുള്ള മാളുവിനെ രാത്രി ഇത്രയും റിസ്ക് എടുത്ത് വീട്ടിലെത്തി അപ്പു ഒറ്റയ്ക്ക് വിളിച്ചിറക്കിക്കൊണ്ട് പോകുമെന്ന് വിശ്വസിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. ഉറപ്പായും ഒരു മൂന്നാമന്റെ സഹായം അവർക്കുണ്ടായിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ അവര് രണ്ടുപേരും എവിടെയുണ്ടെന്ന് ഈസിയായി അറിയാൻ പറ്റും. മൂന്നാമന്റെ സഹായോ? അതേ ഗീത, ഉറപ്പായും ഈ ഗെയിമിൽ അങ്ങനൊരു മൂന്നാമനുണ്ട്. അയാള് തന്നെയാ ഇപ്പോഴും അപ്പൂനെയും മാളൂനെയും നമ്മുടെ കൺവെട്ടത്തു നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കെന്താ ഗുണം ഡേസി? ഒക്കെ ഡേസിയുടെ തോന്നലാ. അങ്ങനൊരു മൂന്നാമനുണ്ടെങ്കിൽ അവർക്ക് ഈ ഗെയിം കൊണ്ട് എന്താ ഗുണം? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലും ഇത് അപ്പവും മാളവും മാത്രം ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല. അത് മാത്രം എനിക്കറിയാം. മൈ ഗോഡ്, ഡോക്ടർ, ആർ യു സീരിയസ്? ശരിക്കും നടന്ന കാര്യം തന്നെയാണോ ഇത്? അതെ ഹിമ, ഞങ്ങളെല്ലാരും അതിന്റെ ഷോക്കില്. ഇപ്പോഴും ആർക്കും ആ കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്പവും മാളവും ഒരുമിച്ച് തന്നെയാണ് പോയതെന്ന് ഉറപ്പാണോ? സാഹചര്യങ്ങൾ അങ്ങനെയാ സൂചിപ്പിക്കുന്നത്. കാരണം അല്ലാതെ രണ്ടുപേരെ ഒരേ ദിവസം ഒരേ സമയം തന്നെ കാണാതെ വേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് തലേ ദിവസം രാത്രി തന്നെ അവരിവിടുന്ന് പോയിട്ടുണ്ടാവും. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു ഡോക്ടർ. ആ കുട്ടിയെ കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഫോണിൽ ട്രൈ ചെയ്യുന്നു. അപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മറ്റേതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആക്സസും എനിക്കില്ലായിരുന്നു. ഒരിക്കൽ ആ കുട്ടിയുടെ ഫാദർ എന്നെ ഇവിടെ കാണാൻ വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങാൻ ഞാൻ വിട്ടുപോയി. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടയിൽ ഇങ്ങനൊരു ട്രാജഡി റിയലി ഷോക്കിംഗ്. മാളുവിന്റെ പാരന്റ്സ് എന്തു പറയുന്നു? അവരെന്തു പറയാൻ? 2 വീടുകളിൽ ഞാൻ പോയിരുന്നു. അവരാകെ ഒരു മരവിച്ച അവസ്ഥയില. ജോബിന്റെ മമ്മി ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഐ എം സോറി ജോബിൻ. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഹിമ. ഇക്കാര്യം തന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. ഫർദർ പ്രൊസീജിയേഴ്സിനെ പറ്റി വല്ലതും ആലോചിച്ചോ? മാളുവിന്റെ പാരന്റ്സിന് ലീഗലി മൂവ് ചെയ്യാൻ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു. അവരത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇന്ന് പകലുകൂടി വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റെസ്പോൺസ് അപ്പുവിന്റെയോ മാളുവിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ലീഗലി നീങ്ങാന്ന ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. യെസ്, അതൊരു നല്ല ഡിസിഷനാ. ചിലപ്പോ എനിക്ക് തോന്നുന്നു അവർ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും ഇങ്ങനെ ഒരുമിച്ചൊരു യാത്ര പ്ലാൻ ചെയ്തതെന്ന്. മേ ബി വൈകിട്ടോ രാത്രിയിലോ തിരിച്ചെത്തിയേക്കാം. ടു ബി വെരി ഫ്രാങ്ക് ഹിമ, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ അങ്ങനെ പറയാന്നേ ഉള്ളൂ. അപ്പവും മാളവും ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നാ എന്റെ ബലമായ വിശ്വാസം. അതെ, ജോബിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പുവുമായുള്ള റിലേഷൻ മാളു പെറ്റീഷനിൽ കോട്ട് ചെയ്തത് എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതല്ലായിരുന്നു മാളുവിന്റെ ഉദ്ദേശമെന്ന്. ഷുവർ ഹിമ, അവരുടെ റിലേഷൻ ഇപ്പോ അങ്ങനൊരു ഡയമെൻഷനിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ലെറ്റ് ദം ലീവ്. അതാ എന്റെ നിലപാട്. പിന്നെ ഇരുവരുടെയും വീട്ടുകാര് അതിനോട് എത്രമാത്രം യോജിക്കുമെന്ന് എനിക്കറിയില്ല. അവരൊരിക്കലും ഇതിന് സപ്പോർട്ടായിരിക്കില്ല. നാച്ചുറലി അങ്ങനെ ഒരു ഒഫൻസ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമല്ലോ. എന്തായാലും നമുക്ക് ഇന്നൊരു ദിവസം വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ തിരിച്ചു വരുമായിരിക്കും. ലെറ്റ് us hope, ജോബിൻ. ഓക്കെ ഹിമ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു മിനിറ്റ് ജോബിൻ. ഈ അവസരത്തിൽ എന്ത് പറഞ്ഞാണ് ജോബിനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ജോബിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ് ഹിമ. തൽക്കാലം ഇത് അലീനോട് പറയണ്ട. ആര് പറയാൻ പോകുന്നു?
പക്ഷെ ഞാൻ ഈ വാർത്ത ഷെയർ ചെയ്തില്ലെങ്കിലും അലീന അത് അറിഞ്ഞോളും. കാരണം അപ്പുവിന്റെയും മാളുവിന്റെയും കാര്യത്തിൽ ഇപ്പൊ ജോബിനേക്കാളും അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത് അലീനയാണല്ലോ. അതും ശരിയാണ്. ഇനിയിപ്പോൾ അലീനയുടെ വക ഉണ്ടാവുമല്ലോ ഇതിനൊരു വേർഷൻ. എന്തായാലും നമുക്ക് നോക്കാം. ശരി ഹിമ, ഞാൻ ഇറങ്ങുന്നു. നന്ദൻ, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോന്ന് അറിയാനാ. ഐ മീൻ, നേരിട്ട് കണ്ടപ്പോഴോ ഫോണിലോ അങ്ങനെ എന്തെങ്കിലും. എന്താ നന്ദൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതേപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കായിരുന്നു സാർ. ഇന്നലെ രാത്രി കൂടി അപ്പു എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് അപ്പോൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, മാളുവിന്റെ കാര്യം വളരെ പരിതാപകരമാണ് എന്ന് മാത്രം പറഞ്ഞു. അന്ന് മാളുവിനോട് മനസ്സോർന്ന് സംസാരിച്ചിരുന്നല്ലോ. മാളുവിന്റെ വീട്ടുകാർ അപ്പുവിനെ തെറ്റിദ്ധരിക്കുന്നതിൽ അപ്പുവിന് വല്ലാത്ത വിഷമമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. അല്ലാതെ ഇങ്ങനൊരു ഐഡിയയെക്കുറിച്ച് ഒരു സൂചന പോലും അപ്പു എനിക്ക് തന്നിട്ടില്ല. അല്ല സാർ, അവരെങ്ങോട്ട് പോയെന്ന് വല്ല വിവരവും? ഒന്നും അറിയില്ല നന്ദൻ. അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും എന്നുള്ളത് മാത്രമാണ് ആകെയുള്ളൊരു വിശ്വാസം. കാരണം രണ്ടുപേരും ഒരു ദിവസം തന്നെയാണല്ലോ മിസ്സിംഗ് ആയിരിക്കുന്നത്. ആ കാര്യത്തിൽ സംശയിക്കേണ്ട. അപ്പുവും മാളും ഒരുമിച്ച് തന്നെയാവും. അവരെത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആണെന്ന് മാളുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഊഹം പറയാം. നിങ്ങളൊക്കെ ഭയക്കുന്ന പോലെ ഒരു ലിവിങ് ടുഗദർ സെറ്റപ്പിന് വേണ്ടി ആവില്ല അവരിപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒന്നുകിൽ രണ്ടുപേരും ഇപ്പൊ അനുഭവിക്കുന്ന പിരിമുറുക്കത്തിൽ നിന്നും തൽക്കാലത്തേക്കൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാവും. കുറച്ചുനാൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന ഒരു റിലീഫിനെ കുറിച്ചായിരിക്കും അവരുടെ പ്രതീക്ഷ മുഴുവൻ. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ നന്ദൻ. പക്ഷേ ഒരു പുരുഷനും വിവാഹിതയായ ഒരു സ്ത്രീയും ഒരുമിച്ച് മിസ്സിംഗ് ആവുമെന്ന് പറയുമ്പോൾ സാധാരണ അതിന് കിട്ടുന്ന ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത്. മാളുവിൻ്റെ പേരൻസിനെ കുറിച്ച് മാത്രമല്ല, എൻ്റെയും ഗീതയുടെയും കാര്യങ്ങളെ കൂടി ചേർത്താ ഞാനിത് പറയുന്നു. അങ്ങനെ ചിന്തിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് നന്ദൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. നിങ്ങളുടെ സ്ഥാനത്ത് ആരായാലും അത്തരമൊരു ആശങ്കയാണ് ആദ്യം മനസ്സിലുണ്ടാവുക. ഞാൻ പക്ഷേ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. സാർ, അപ്പവും ആളും മിസ്സിംഗ് ആയത് കേസാക്കാൻ വല്ല നീക്കവും? ആദ്യം ഞങ്ങൾ രണ്ടു കൂട്ടരും ആ വഴിക്കൊന്ന് ആലോചിച്ചതാണ് നന്ദൻ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഉടനെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. കാരണം നന്ദൻ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷയാണ്. ചിലപ്പോൾ ഒരു പകൽ അവർ ഒരുമിച്ച് കറങ്ങി നടന്നിട്ട് തിരിച്ചെത്തിയാലോ എന്നൊരു നേരിയ പ്രതീക്ഷ. അതുകൊണ്ട് തൽക്കാലം പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കുക. യെസ്, അതാണ് സാർ നല്ലത്. എടുത്തു ചാടി കേസുമായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് തൽക്കാലം നമ്മൾ അല്പം ക്ഷമ കാണിക്കുന്നത് തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ ഒരു ഡേ ബ്രേക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ദിവസം ആവണമെന്നില്ല, 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞാവാം. പക്ഷെ നന്ദൻ, ഒരു ദിവസത്തിനപ്പുറം നമുക്ക് എങ്ങനെ അത് മറച്ചു വയ്ക്കാൻ പറ്റുന്നു? കുട്ടികൾ എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ഉത്തരവുണ്ട് നൽകാൻ? അതും ശരിയാണ്. എന്നാലും നമുക്ക് നല്ല വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം സർ. അതാവും ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നല്ലതാ. ഈ പകല് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് കിട്ടാതിരിക്കില്ല. സാറ് ധൈര്യമായിട്ടിരിക്കെ. അവരെവിടെയെങ്കിലും സേഫായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. അത്രയെങ്കിലും എല്ലാവർക്കും ഒരു ആശ്വാസമായനെ. സാറ് പേടിക്കണ്ട. ഏതായാലും അപ്പൂ ഒരു ആൺകുട്ടിയല്ലേ, മാളുവിനെ അയാൾ നല്ല പോലെ കെയർ ചെയ്തോളൂ. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ശരി നന്ദൻ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. എല്ലാവരും വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അപ്പൂന് ഭാഗത്തുനിന്നുണ്ടായാൽ എന്നെ വിളിക്കണേ.